നിലമ്പൂരിൽ രാഷ്ട്രീയ പോരാട്ടത്തിന് CPM എം സ്വരാജ് LDFിന്റെ സ്ഥാനാർത്ഥി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം പ്രഖ്യാപിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റത്തിലേക്ക് പോകുന്നതിന് നാന്ദി കുറിക്കുന്ന പോരാട്ടമാകും നിലമ്പൂരിലേതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ സഖാവ് M സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. ഈ പോരാട്ടത്തിന്റെ മുമ്പിൽ നിർത്തി പോരാട്ടം നയിക്കണം എന്ന് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാക്കാനാവും. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് നടക്കാൻ പോകുന്ന 2026 ഏപ്രിൽ മെയ്യിൽ നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റത്തിലേക്ക് പോകുന്നതിന് നാന്ദി കുറിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നടക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് പാർട്ടി സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി നിശ്ചയിച്ചത്. LDF ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറും. ഒപ്പം ഉറച്ച മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിൽ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ CPIMും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്വീകരിക്കുന്ന ഉറച്ച നിലപാട് എല്ലാ മതനിരപേക്ഷവാദികളെയും പ്രതീക്ഷ നൽകുന്ന നിലപാടാണ്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല ഉറച്ച വിശ്വാസം, ആത്മവിശ്വാസം LDFന് CPIMനുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ തുടർഭരണത്തിനുള്ള ഒരു നാന്ദിയായി മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും. പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാൻ നേരത്തെ ആലോചിച്ചിരുന്നുവെങ്കിലും ഒടുവിൽ തീരുമാനം M സ്വരാജിലേക്ക് എത്തുകയായിരുന്നു. പാർട്ടി ചിഹ്നത്തിൽ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് CPM തയ്യാറെടുത്തിരിക്കുന്നത്. ഇക്കാര്യം MV ഗോവിന്ദൻ പറയുകയും ചെയ്തു. രാഷ്ട്രീയമായ പോരാട്ടമായിരിക്കും നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് എന്ന്. പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ നിലമ്പൂരിൽ പാർട്ടി അണികൾ പ്രകടനം നടത്തി. ആവേശോജ്വലമായ സ്വീകരണം നൽകാൻ ഒരുങ്ങുകയാണ് M സ്വരാജിന് പാർട്ടി അണികൾ. നിലമ്പൂരിൽ പ്രകടനം നടത്തുകയായിരുന്നു CPM പ്രവർത്തകർ. സ്വരാജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് തികഞ്ഞ വിജയ പ്രതീക്ഷയാണ് ഉള്ളത് എന്നാണ്. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന CPM ഇതിന് ഒരു പ്രധാനപ്പെട്ട കാരണം PV അൻവറിന്റെ നീക്കം കൂടിയാണല്ലോ. അൻവർ UDF ക്യാമ്പിൽ ഇതുവരെ എത്താത്തത് അത് ആയുധമാക്കി എടുത്തിട്ടില്ലേ ഇപ്പോൾ CPM? അതുകൊണ്ട് തന്നെയല്ലേ പൊതു സ്വതന്ത്രൻ എന്ന ആലോചനയിൽ നിന്ന് M സ്വരാജിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തിയത്? ഇന്നലെ മുതൽ സസ്പെൻസ് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം, ഒരു ഹെവി വെയിറ്റായ സസ്പെൻസ് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നൊരു ആത്മവിശ്വാസവും പ്രതികരണമാണ് CPM നേതാക്കൾ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ നൽകിയിരുന്നത്. ആ സസ്പെൻസും ഹെവി വെയിറ്റും M സ്വരാജാണ്. ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാം, CPMന് ഇപ്പോൾ നിലമ്പൂരിൽ മത്സരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ഹെവി വെയിറ്റ് സ്ഥാനാർത്ഥി M സ്വരാജ് തന്നെയാണ്. നിലമ്പൂർകാരനാണ്, നിലമ്പൂർ സ്വദേശിയാണ്. CPMന്റെ യുവനിരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. സംഘടനാ തലത്തിൽ സംസ്ഥാനത്തെ CPMന്റെ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അത്തരമൊരു സ്ഥാനാർത്ഥിക്ക് അപ്പുറത്തേക്കൊരു മികച്ച സ്ഥാനാർത്ഥിയെ CPMന് അവിടെ പ്ലേസ് ചെയ്യാൻ കഴിയില്ല എന്നത് വ്യക്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPM ഏറ്റെടുക്കുന്നത് സമീപകാലത്ത് അവർ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പരീക്ഷണം കൂടിയാണ് M സ്വരാജിലൂടെ. M സ്വരാജിനെ വിജയിപ്പിക്കാനായാൽ, നിലമ്പൂർ നിലനിർത്താനായാൽ CPMന് അത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒക്കെ നൽകുന്ന ഊർജ്ജം ചെറുതാകില്ല. ഇനി പരാജയപ്പെട്ടാൽ പോലും ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്തി എന്ന ഒരു ആത്മവിശ്വാസവും അത്തരമൊരു വിശ്വാസവും CPMന് നിലനിർത്താനുമാകും. ഏതായാലും നമ്മളിപ്പോൾ നിലമ്പൂരിൽ കണ്ടതാണ് M സ്വരാജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച ഉടൻ CPM അണികളുടെ ഒരു ആവേശം. അവർ അത്തരമൊരു രാഷ്ട്രീയ പോരാട്ടം അക്ഷരാർത്ഥത്തിൽ ആഗ്രഹിക്കുകയായിരുന്നുവെന്ന് വ്യക്തമാണ്. സ്വരാജ് വരുന്നതോടുകൂടി നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം
മാറി മറിയുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട യുവ നേതാക്കൾ പോലും വെല്ലുവിളിച്ചത് എന്തുകൊണ്ട് കുഞ്ഞാലിയുടെ മണ്ണിൽ ഒരു CPM സ്ഥാനാർത്ഥിയെ പാർട്ടി ചിഹ്നത്തിൽ അവതരിപ്പിക്കാൻ ധൈര്യപ്പെടുന്നില്ല, ധൈര്യമുണ്ടെങ്കിൽ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് വെല്ലുവിളി ഉണ്ടായിരുന്നു. ഏതായാലും ആ വെല്ലുവിളി കൂടി CPM ഏറ്റെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്ര എളുപ്പമല്ല സ്വരാജിന് അവിടെ ജയിച്ചു വരാൻ. CPMന്റെ ഇടത് മുന്നണിയുടെ വോട്ടുകൾ കൊണ്ട് മാത്രം ജയിക്കാവുന്ന ഒരു നിയമസഭാ മണ്ഡലമല്ല നിലമ്പൂർ. തീർച്ചയായും CPMന് വലിയ രാഷ്ട്രീയ അടിത്തറയുള്ള വിപ്ലവ ഓർമ്മകളുള്ള മണ്ണുകൂടിയാണ് നിലമ്പൂർ. പക്ഷേ അവിടെ ജയിക്കണമെങ്കിൽ CPMന്റെ രാഷ്ട്രീയ ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ വോട്ടുകൾ മാത്രം പോരാ, മുന്നണിക്ക് പുറത്തുള്ള വോട്ടുകൾ, നിഷ്പക്ഷ വോട്ടുകൾ, മതേതര വോട്ടുകൾ കൂടി വരണം. എം സ്വരാജിനെ CPM മുന്നോട്ട് വയ്ക്കുമ്പോൾ അവർ ഒരുപക്ഷെ ഏറ്റവും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിലയിരുത്തുന്ന ഒരു കാര്യം ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ നിലമ്പൂർ മണ്ഡലത്തിൽ ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് ന്യൂനപക്ഷ വോട്ടുകളുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ അവിടെ നിർണായകമാണ് ഓരോ വോട്ടും. എം സ്വരാജ് എന്ന CPMന്റെ നേതാവ് പലപ്പോഴും ഈ ന്യൂനപക്ഷ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കേന്ദ്ര നീക്കങ്ങളോ അല്ലെങ്കിൽ BJP നീക്കങ്ങളോ വരുമ്പോൾ എടുക്കുന്ന നിലപാടുകൾ വളരെ പെട്ടെന്ന് അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു നേതാവെന്ന ഒരു ഇമേജ് എം സ്വരാജിന് പാർട്ടി ശത്രുക്കൾക്കിടയിൽ പോലും ഉണ്ട്. അതൊരു പക്ഷേ ഗുണം ചെയ്തേക്കാം എന്നൊരു പ്രതീക്ഷ കൂടി CPM നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് എം സ്വരാജ് എന്ന നേതാവിനെ നിലമ്പൂരിൽ CPM ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ പോരാട്ടത്തിന് ഇറക്കി വിടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകൾ മറ്റു ഉപതെരഞ്ഞെടുപ്പുകളെ പോലെയല്ല, CPMന്റെ സിറ്റിംഗ് സീറ്റാണ്. അത് സിറ്റിംഗ് MLA അപ്പുറത്തേക്ക് പോയതെന്ന് മാറ്റി നിർത്തിയാൽ പോലും സിറ്റിംഗ് സീറ്റാണ് CPMന്റെ നിലമ്പൂരിൽ. അത് നിലനിർത്തുക വലിയ വെല്ലുവിളിയാണ് CPMന് മുന്നിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉള്ളത്. അത് നിലനിർത്താനായാൽ അസാമാന്യമായ അസാധാരണമായ ഒരു ആത്മവിശ്വാസം CPMനും സർക്കാരിനും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അത്തരമൊരു വെല്ലുവിളി ഏറ്റെടുത്താണ് CPM എം സ്വരാജിനെ. സ്വരാജ് സ്ഥാനാർത്ഥിയായതോടുകൂടി ഒരു കാര്യം വ്യക്തമാവുകയാണല്ലോ അരുൺ, പാർട്ടി സംവിധാനം മുഴുവനായി നിലമ്പൂരിൽ കേന്ദ്രീകരിക്കാൻ പോവുകയാണ്. ഒരു പൊതുസ്വതന്ത്രനായിരുന്നുവെങ്കിൽ രാഷ്ട്രീയമായ ഒരു പോരാട്ടത്തിന് CPM തയ്യാറല്ല എന്ന രീതിയിലുള്ള ഒരു ഇമേജായി മാറുമായിരുന്നു. പക്ഷേ ഇനി പാർട്ടി സംവിധാനം പൂർണ്ണമായും നിലമ്പൂരിലേക്ക് വരികയാണല്ലോ. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പലതവണ MV ഗോവിന്ദൻ എടുത്തു പറയുകയും ചെയ്തു രാഷ്ട്രീയ പോരാട്ടം എന്ന്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ 1-ാം തീയതി കോടതിപ്പടിയിൽ CPMന്റെ LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. റോഡ് ഷോ ഉണ്ടാകും. സ്വരാജ് നാളെ അദ്ദേഹം നിലമ്പൂരിലെത്തും. അവിടെ വലിയ റോഡ് ഷോയാണ് CPM നേതൃത്വം, ഇടതുമുന്നണി നേതൃത്വം പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയ പോരാട്ടമായി തന്നെ CPM ഇതിനെ കാണുകയാണ്. നമുക്കറിയാം, അതാണ് ഇന്നത്തെ സൂചിപ്പിച്ചത്, ഇടത് വോട്ടുകൾ കൊണ്ട് മാത്രം ജയിക്കാവുന്ന ഒരു മണ്ഡലമല്ല. അവിടെ മറ്റു വോട്ടുകൾ കൂടി ആകർഷിക്കാൻ സ്വരാജിന് കഴിയും. നേരത്തെ മഞ്ജു സൂചിപ്പിച്ച PV അൻവർ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം, UDFിലേക്ക് LDFിൽ നിറങ്ങുകയും UDFിലേക്ക് എത്താതിരിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ അൻവരെ UDF അനുനയിപ്പിച്ചാൽ പോലും അവിടെ വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തു കഴിഞ്ഞു. അത് കൂടുതൽ മൂർച്ഛിക്കുമെന്ന് CPM കണക്ക് കൂട്ടുന്നു. അൻവർ വലിയ വിഷമത്തിലാണിപ്പോൾ, വലിയ നാണക്കേടിലാണിപ്പോൾ. ദയാവധത്തിന് വിട്ടുകൊടുത്ത് വസ്ത്രാക്ഷേപം ചെയ്ത് മുഖത്ത് ചെളിവാരി എറിഞ്ഞുവെന്ന ഫീൽ അൻവറിനുണ്ട്. അതുകൊണ്ട് തന്നെ അൻവർ എത്രത്തോളം പൂർണ്ണ മനസ്സോടുകൂടി UDFിനൊപ്പം നിൽക്കുമെന്ന സംശയമുണ്ട്. അൻവർ അങ്ങനെ നിന്നില്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം അനുകൂല ഘടകമായി മാറുമെന്ന് തന്നെയാണ് CPMന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് CPM അത്തരമൊരു പരീക്ഷണത്തിന് ഒരുങ്ങുന്നത്. ഇനി അൻവർ UDFുമായി ചേർന്ന് പോയാലും മറ്റ് ഘടകങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകും. BJPയുടെ സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ ചില വോട്ടുകൾ ആ രീതിയിലും എല്ലാ തരത്തിലുള്ള വോട്ടുകളും തങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയായാണ് എം സ്വരാജിനെ CPM അവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. CPMന്റെ സംഘടനാ മെഷീനറി ഒന്നടങ്കം അവിടെ നിൽക്കും. മുഖ്യമന്ത്രി പക്ഷേ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. MV ഗോവിന്ദൻ അടക്കമുള്ള CPMന്റെ സംസ്ഥാന നേതാക്കൾ ഒന്നടങ്കം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. സംശയമില്ലാത്ത കാര്യമാണ് പാർട്ടി